കേരളത്തോട് ഒരു അവഗണനയും കേന്ദ്രം കാണിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, കേരളത്തിന് കൂടുതൽ ആനുകൂല്യങ്ങൾ കേന്ദ്രം നൽകിയിട്ടുണ്ട് മോദി സർക്കാർ വന്നതിന് ശേഷം. ഇനി ഓരോന്നോരോന്ന് നിങ്ങൾക്ക് ഞാൻ സംശയം തീർത്തു തരാം എന്തിനൊക്കെയാണ് കൂടുതൽ വന്നിരിക്കുന്നത്. നിങ്ങളുടെ LDFിൻ്റെയും UDF, നിങ്ങളെന്ന് പറഞ്ഞാൽ മീഡിയ അല്ല, LDFിൻ്റെയും UDFിൻ്റെയും പ്രചാരണത്തിന് ബജറ്റ് വരുമ്പോഴെല്ലാം അവരൊരു പുതിയ നമ്പർ ഇറക്കും. എയിംസ് പ്രഖ്യാപിച്ചില്ല, പിന്നെ മറ്റ് പുതിയ പദ്ധതികളൊന്നും ഒരു കാലത്ത് അങ്ങനെയല്ല പ്രഖ്യാപിക്കുന്നത്. 10 വർഷത്തെ അനുഭവം, 11 വർഷം നമുക്കറിയാം ബജറ്റിൽ ഇതൊന്നും പ്രഖ്യാപിക്കാറില്ല. അതിനർത്ഥം ഇതൊന്നും കേരളത്തിന് കിട്ടുന്നില്ല എന്നല്ല. പുതിയ തീവണ്ടികൾ പ്രഖ്യാപിച്ചില്ല എന്നാണ് ഒരു പത്രത്തിലെ വലിയ വാർത്ത. റെയിൽവേ ബജറ്റേ ഇല്ല. പുതിയ തീവണ്ടികൾ പൊതു ബജറ്റിൽ പ്രഖ്യാപിക്കണമെന്ന് പറഞ്ഞാൽ ആളുകളെ എളുപ്പം കബളിപ്പിക്കാമെന്ന് നിങ്ങൾ വിചാരിക്കരുത്. കേന്ദ്രം കൈയച്ച് സഹായിച്ചിട്ടുണ്ട് കേരളത്തെ. ടാക്സ് ഷെയറിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, GSTയുടെ നഷ്ടപരിഹാരത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡ് പരിഹരിക്കാനുള്ള ധനസഹായത്തിൻ്റെ കാര്യത്തിലടക്കം വലിയ തുകയാണ് കേരളത്തിന് കഴിഞ്ഞ 10 വർഷം കിട്ടിയിട്ടുള്ളത്. റെയിൽവേ മന്ത്രി അബ്ദുറഹ്മാൻ എന്ന് പറഞ്ഞിരിക്കുന്നത് 10 വർഷം മുമ്പത്തെ കണക്ക് പറഞ്ഞതുകൊണ്ട് കാര്യമില്ല, ഇപ്പോൾ അതിൻ്റെ 10 ഇരട്ടി ആവശ്യമുണ്ടെന്നാണ്. കറക്റ്റാണ്. 371 കോടി രൂപ ആവറേജ് കിട്ടിക്കൊണ്ടിരുന്ന സ്ഥാനത്ത് 3400 3700 കോടി കേരളത്തിന് ഇപ്പോൾ കിട്ടുന്നു. ഒരു തരത്തിലും രാഷ്ട്രീയ ആരോപണം ഉന്നയിക്കാൻ കഴിയില്ല. ഏത് വിഷയത്തിൽ നോക്കിയാലും കേന്ദ്രം കേരളത്തെ കൈയച്ച് സഹായിച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ നടക്കുന്ന പ്രചാരവേല കേരളത്തെ അവഗണിച്ചു, കേരളത്തെ അവഗണിച്ചു, കേരളത്തെ അവഗണിച്ചു. ഇതൊരു രാഷ്ട്രീയ പ്രചാരണ തന്ത്രമാണ് അവർ നടത്തുന്നത്. ഈ ബജറ്റ് ഏറ്റവും നല്ല ബജറ്റാണെന്ന് എല്ലാവരും സമ്മതിക്കുന്നു. ഇത്രയും കാലം എന്തായിരുന്നു ഒന്നാം ബജറ്റ് തലക്കെട്ട്? നികുതിദായകരെ വഞ്ചിച്ചു. ഇത്രയും കാലം ബജറ്റ് വരുമ്പോൾ എല്ലാം ഉള്ള എന്തായിരുന്നു? സർ, 1 ലക്ഷം രൂപ വാർഷിക വരുമാനമുള്ളവർക്ക് ടാക്സ് കൊടുക്കണമായിരുന്നു കോൺഗ്രസ് ഇവിടെ ഭരിക്കുമ്പോൾ. UPA ഭരണകാലത്ത് 2 ലക്ഷം രൂപ വാർഷിക വരുമാനമുള്ളവർക്ക് ആദായ നികുതി അടയ്ക്കണമായിരുന്നു. നിങ്ങളെല്ലാവരും LDFും UDFും വിമർശിച്ചത് ഒരു 10 ലക്ഷം രൂപ വരെയുള്ള നികുതി, ആദായ നികുതി പരിധിയിൽ നിന്ന് ഒഴിവാക്കണം എന്നുള്ളതായിരുന്നു. 12 ലക്ഷം ആദായ നികുതി വകുപ്പ് പരിധിയാക്കിയപ്പോൾ പുതിയ ന്യായങ്ങളാണ് പറയുന്നത്. അപ്പോൾ ഇഷ്ടമില്ലാത്ത അച്ചി തൊട്ടതൊക്കെ കുറ്റമെന്ന് പറയുന്നത് പോലെയാണ്. 12 ലക്ഷം രൂപ ആദായ നികുതി വകുപ്പിൻ്റെ പരിധി വർദ്ധിപ്പിക്കുമ്പോൾ 20 ലാക്സ് കുടുംബങ്ങൾക്ക് കേരളത്തിലും പ്രയോജനമുണ്ട്. 20 ലക്ഷം ടാക്സ് പേയേഴ്സിൻ്റെ കുടുംബങ്ങൾക്ക് കേരളത്തിൽ പ്രയോജനമുണ്ട്, നേരിട്ട്, അല്ലാതെ വേറെയും. ആരും ഒരു നല്ല വാക്ക്, ഒരു മന്ത്രിയും ഒരു നല്ല വാക്ക് പറഞ്ഞിട്ട്. ധനകാര്യമന്ത്രി നേരത്തെ പറഞ്ഞ 20,000 കോടി രൂപ കേരളത്തിന് കേന്ദ്രം നൽകാനുണ്ടായിരുന്നു. ഇപ്പം ആരും അത് പറയുന്നില്ലല്ലോ. കേന്ദ്രത്തിന് ഒരു കാരണവശാലും കേരളത്തിൻ്റെ ഒരു ആനുകൂല്യം പിടിച്ചു വെക്കാൻ കഴിയില്ല. ധനകാര്യ കമ്മീഷൻ എന്ന് പറയുന്നത് വ്യക്തമായ മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ എല്ലാ സംസ്ഥാനങ്ങൾക്കും വിഹിതം കൊടുക്കുന്നതാണ്. കേരളത്തിനോട് മാത്രമായിട്ട് ഒരു തരത്തിലുള്ള അവഗണനയും കാണിക്കാൻ കഴിയില്ല. ഇത് യാഥാർത്ഥ്യമാണ്. മന്ത്രി നേരിട്ട് പ്രഖ്യാപിക്കുന്നതല്ല വിഹിതങ്ങളൊന്നും. ബഡ്ജറ്റിൻ്റെ പ്രസംഗം കഴിഞ്ഞ ഉടനെ മുഴുവൻ ബജറ്റ് നോട്ടും വരുന്നതിന് മുമ്പ് തന്നെ കേരളത്തെ അവഗണിച്ചു, വലിയ പദ്ധതികളില്ല. ഇതൊരു തെറ്റായ പ്രചാരവേലയാണ്. സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ പിടിപ്പുകേട് മറച്ചു വെക്കാനുള്ള ആസൂത്രിതമായ രാഷ്ട്രീയ പ്രചരണമാണത്. കേന്ദ്ര അവഗണനയല്ല സംസ്ഥാനത്തെ സാമ്പത്തിക ദുസ്ഥിതിക്ക് കാരണം. കേരള സർക്കാരിൻ്റെ ധനകാര്യ മാനേജ്മെൻറ്റാണ്. അത് സമ്മതിച്ചു കൊടുക്കാൻ LDF തയ്യാറാവുന്നില്ല. എനിക്ക് മനസ്സിലാവാത്തത് VD സതീശനും സംഘവും എന്തിനാണ് ഈ പ്രചാരവേല ഏറ്റുപിടിക്കുന്നതെന്നാണ്.